1965 രാഷ്ട്രപതിയുടെ സുവർണകമല പുരസ്കാരം നേടിയ ചെമ്മീൻ, 1954 മികച്ച രണ്ടാമത്തെ ദേശീയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ നീലക്കുയിൽ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത് നന്നേ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധേയനായ ലോക പ്രശസ്ത സിനിമാ സംവിധായകൻ രാമു കരിയാട്ടിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ചേറ്റുവയിൽ ഒരു സിനിമാ തിയേറ്റർ നിർമ്മിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി 2022-23 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ നീക്കിവെച്ചിട്ടുള്ളതും ചേറ്റുവയിലുള്ള റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കർ സ്ഥലം ചലച്ചിത്ര വികസന കോർപ്പറേഷന് ലീസിന് അനുവദിക്കുന്നതിനായി ലീസ് തുക നിശ്ചയിച്ച് അംഗീകാര നടപടികൾ നടന്നുവരുന്നതുമാണ്. പ്രസ്തുത സ്ഥലത്തിൽ നിന്നും 30 സെൻറ്റോളം വരുന്ന സ്ഥലത്ത് DTPCയുടെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതും കഴിഞ്ഞ 3 വർഷത്തോളമായത് പൂർണ്ണമായും അടഞ്ഞുകിടന്നിരുന്നതുമാണ്. കുടുംബശ്രീ മുഖേന വഴിയോര വിശ്രമ കേന്ദ്രം വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ഇടക്കാലത്ത് തീരുമാനിച്ചെങ്കിലും വഴിയോര വിശ്രമ കേന്ദ്രം ഇനി വീണ്ടും പ്രവർത്തിപ്പിക്കുക അപ്രായോഗികമായിരുന്നതിനാലും രാമു കരിയാട്ടിൻ്റെ നാമധേയത്തിൽ ഒരു സിനിമാ തിയേറ്റർ നിർമ്മിക്കുക എന്നതിന് പ്രാധാന്യം നൽകിയതിനാലും ആയതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് പ്രസ്തുത സ്ഥലം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം കൂടി ഉൾപ്പെടുത്തി സിനിമാ തിയേറ്റർ നിർമ്മിക്കുന്നതിന് ലീസ് തുക നിശ്ചയിച്ച് സർക്കാരിലേക്ക് സമർപ്പിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ 23 വർഷത്തെ ബജറ്റിൽ അംഗീകരിച്ച സിനിമാ തിയേറ്റർ നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കുന്നതിന് ഭൂമി കൈമാറുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് തീരുമാനമായിരുന്നതാണ്. റവന്യൂ ഭൂമി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലീസിന് നൽകുന്നതിന് നടപടി എത്രയും വേഗം ഭൂമി കൈമാറി നൽകാൻ അങ്ങ് ഇടപെടണമെന്ന് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി സാർ, രാമു കരിയാട്ട് എന്ന മഹാപ്രതിഭയ്ക്ക് വേണ്ടി അവിടെ ഒരു സ്മാരകം പണിയണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് ആർക്കുമില്ല. അത് പൊതുവെ നമ്മുടെ സഭയുടെ ഒരു പൊതുവികാരവുമാണ്. ബഹുമാനപ്പെട്ട MLAയുടെ കൂടി ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ രാമു കരിയാട്ടിൻ്റെ ഒരു സ്മാരകം പണിയുന്നതിന് വേണ്ടി 20 സെൻറ്റ് സ്ഥലം അവിടെ കാണുകയും അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഈ പ്രശ്നം കഴിഞ്ഞ കുറേ കാലമായി തുടർച്ചയായിട്ട് അംഗം ഉന്നയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട്. KSFTCയുടെ നേതൃത്വത്തിൽ അവിടെ രാമു കരിയാട്ടിൻ്റെ നാമധേയത്തിൽ ഒരു സിനിമാ തിയേറ്റർ വരുന്നതിന് ബഹുമാനപ്പെട്ട അംഗം ഉദ്ദേശിച്ച വിധത്തിൽ എല്ലാ വിധത്തിലുമുള്ള സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. അക്കാര്യത്തിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുന്നതിലും യാതൊരു പ്രയാസവും ഗവൺമെൻറ്റിന് ഉണ്ടാകില്ല, വിശേഷ റവന്യൂ വകുപ്പിനും. എന്നാൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ അവിടെ നേരത്തെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഒരു സ്ഥലം കൈമാറിയതായി കാണുന്നുണ്ട്. ആ കൈമാറിയ സ്ഥലം 45 സെൻറ്റായിട്ടാണ് രേഖാമൂലം ഇവിടെ ലഭ്യമായിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ വിശ്രമ കേന്ദ്രം വർഷങ്ങളായി DTPC കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകി വരുന്നതും 2020 കോവിഡ് നിയന്ത്രണത്തെ തുടർന്ന് കരാറുകാരൻ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. തുടർന്ന് കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിച്ച് ആ കേസിൽ ടെൻഡർ നടപടികൾ സ്റ്റേ ലഭിച്ചതിനെ തുടർന്ന് DTPCക്ക് വിശ്രമകേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല. വഴിയോര വിശ്രമകേന്ദ്രത്തിൻ്റെ ടെൻഡർ നടപടി സ്വീകരിക്കാനുള്ള 12/6/2023 ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും വഴിയോര വിശ്രമകേന്ദ്രം വാടകയ്ക്ക് നൽകുന്നതിനായി DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി 10/9/2024 തീരുമാനിക്കുകയുണ്ടായി. DTPCയുടെ ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ DTPCക്ക് നൽകിയ ഭൂമി ഒഴിവാക്കി മാത്രമേ KSFTCക്ക് ഭൂമി നൽകാൻ സാധ്യമാകൂ. 2 ഏക്കർ സ്ഥലത്ത് സാധാരണ നിലയിൽ ആ ഭൂമി കാണേണ്ടതാണ്. അല്ലാത്ത പക്ഷം DTPC പ്രസ്തുത ഭൂമി സറണ്ടർ ചെയ്യേണ്ടതുണ്ട്. ഇതിലേതെങ്കിലും ഒരു നടപടി എടുത്തേ മതിയാകും. DTPCക്ക് അനുവദിച്ച 40 സെൻറ്റ് ഭൂമിയിൽ കൂടുതൽ ഭൂമി അവർ കൈവശം വെച്ചിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ സാധ്യതകൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ, ടൂറിസം, KSFTC പ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു സംയുക്ത പരിശോധനാ സംഘം 25/1/2025 മറ്റന്നാൾ അവിടെ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്തുത സ്ഥലപരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DTPCക്ക് നൽകിയിട്ടുള്ള 45 സെൻറ്റ് ഭൂമി നിജപ്പെടുത്തി നൽകുകയും ബാക്കി നൽകുന്ന ഭൂമിയുടെ അളവ് കണക്കിലെടുത്ത് KSFTCക്ക് ആവശ്യമായ സ്ഥലം തിട്ടപ്പെടുത്തി 3 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉദ്യോഗസ്ഥ സമിതിയോട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായിട്ടുള്ള നടപടി കൈക്കൊള്ളും. ഒരു കാര്യം ഈ സഭയിൽ ബഹുമാനപ്പെട്ട അംഗത്തിന് ഉറപ്പ് നൽകുകയാണ്, രാമു കരിയാട്ട് എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള, പ്രത്യേകിച്ച് മണപ്പുറത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള അനുഭവമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകന്, സിനിമാ പ്രവർത്തകന് ആവശ്യമായിട്ടുള്ള ഭൂമി സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി നമുക്ക് ഏറ്റവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നൽകാനുള്ള നടപടി സർക്കാർ റവന്യൂ വകുപ്പ് സ്വീകരിക്കും എന്ന കാര്യം